ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. 10 ദിവസം മുഴുവൻ വെള്ളം നിറഞ്ഞ പാത്രങ്ങൾക്കുള്ളിൽ സന്നദ്ധ പ്രവർത്തകർ അനങ്ങാതെ കിടക്കണം. എന്നാൽ അതത്ര സുഖമുണ്ടാകണം എന്നില്ല. ബാത്ത് ടബ് പോലെ സജ്ജമാക്കിയ കട്ടിലിൽ വെള്ളം നിറച്ച് അതിനു മുകളിൽ നനവിനെ പ്രതിരോധിക്കുന്ന തുണി വിരിച്ച് തയ്യാറാക്കിയ കിടക്കയിലാണ് കിടക്കേണ്ടത്. ബഹിരാകാശം മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ഗവേഷകരെ സഹായിക്കുന്നതിന് ഇതിൽ പങ്കെടുക്കുന്നവർ വിവിധ മെഡിക്കൽ പരീക്ഷണങ്ങളിലും ശാസ്ത്രീയ പഠനങ്ങളിലും പങ്കെടുക്കേണ്ടി വരും. വെള്ളത്തിന് മുകളിൽ കൈകളും തലയും അല്പം ഉയർന്ന് മറ്റു സഹായങ്ങളില്ലാതെ പൊങ്ങിക്കിടക്കുന്നതിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നതിന് സമാനമായ അവസ്ഥയാണ് പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന വോളണ്ടിയർമാർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഫ്രാൻസിലെ ടുലൂസിലുള്ള മീഡ്സ് സ്പേസ് ക്ലിനിക്കിലാണ് ഈ പഠനം നടക്കുന്നത്. യൂറോപ്പിലെ അത്തരം പഠനങ്ങൾ നടത്താൻ കഴിയുന്ന ഏക സൗകര്യമുള്ള സ്ഥലമാണിത്. ഈ പഠനങ്ങളിൽ പങ്കെടുക്കാനെത്തിയവർക്ക് 5000 യൂറോ, അതായത് ഏകദേശം 4.73 ലക്ഷം രൂപയോളം പ്രതിഫലം നൽകുകയാണ് ബഹിരാകാശ പരിവേഷണ സ്ഥാപനമായ യൂറോപ്യൻ സ്പേസ് ഏജൻസി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യങ്ങൾക്കിടെ ഗുരുത്വാകർഷണക്കുറവ് കാരണം ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. കാഴ്ച മുതൽ ഹൃദയാരോഗ്യം, അസ്ഥികളുടെ സാന്ദ്രത എന്നിവയെല്ലാം ഇത് ബാധിക്കുന്നു. ഈ ഫലങ്ങളിൽ ചിലത് ലഘൂകരിക്കുന്നതിന് അന്താരാഷ്ട്ര യാത്രികർ വ്യായാമം ചെയ്യുകയും സപ്ലിമെൻറ്റുകൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും മൈക്രോഗ്രാവിറ്റിയിലെ ഡീകണ്ടീഷനിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് ഡോക്ടർമാർക്ക് മികച്ച ചികിത്സകൾ രൂപകൽപ്പന ചെയ്യാനും സഹായിക്കും. ഇത് ബഹിരാകാശ യാത്രക്കാർക്ക് മാത്രമല്ല, ഭൂമിയിലെ സാധാരണ ആരോഗ്യാവസ്ഥകൾക്കുള്ള ചികിത്സാ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താനും ഇതിന് കഴിയും. യൂറോപ്യൻ സ്പേസ് ഏജൻസി ടീമും യൂറോപ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘവും വിവാൾഡി എന്നാണ് ഈ ഗവേഷണത്തിന് നൽകിയിരിക്കുന്ന പേര്. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 10 വോളണ്ടിയർമാരാണ് പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നത്. വിവാൾഡി പരീക്ഷണ സമയത്ത് ശരീരഭാരമില്ലാതെ കഴിയേണ്ടി വരുന്ന സാഹചര്യമായതിനാൽ 10 ദിവസം കഴിഞ്ഞാൽ തുടർന്നുള്ള 5 ദിവസം പൂർവ്വസ്ഥിതിയിലേക്കുള്ള ശരീരത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ടതുണ്ട്. പിന്നീട് 10 ദിവസത്തിന് ശേഷം വീണ്ടും ക്ലിനിക്കിലെത്തി ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. ബഹിരാകാശ പരിതസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ ശരീരം സ്വീകരിക്കുന്ന സംവിധാനത്തെ നിരീക്ഷിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണ് ഈ പരീക്ഷണം നടത്തുന്നത്. ഒരു ഫ്ലോട്ടിംഗ് ബോർഡിൻ്റെയും തല ഉയർത്തി വെക്കാൻ ഒരു തലയിണയുടെയും സഹായത്തോടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ബാത്റൂം ഇടവേളകൾക്കും വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട മറ്റു പ്രവർത്തനങ്ങൾക്കും പങ്കെടുക്കുന്നവരെ ജീവനക്കാർ ഒരു ട്രോളിയിലേക്ക് മാറ്റുന്നു. കിടക്കുന്ന വിധത്തിനുള്ള ശരീരനിലയിൽ വ്യതിയാനം വരാതിരിക്കാനാണ് ട്രോളിയിലേക്ക് മാറ്റുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ബോർഡും തല ഉയർത്തി വയ്ക്കാൻ നെക്ക് പില്ലോയും നൽകും. ഈ രീതിയിൽ പങ്കെടുക്കുന്നവരെ വെള്ളത്തിൽ മുക്കുമ്പോൾ ശരീരത്തിലെ ഭാരം കുറയുന്നു. ഇത് നാഡി, ഹൃദയ, ഉപാപചയ പ്രവർത്തനങ്ങൾ, സൂക്ഷ്മ ഗുരുത്വാകർഷണം പോലെയുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ശരീരത്തിനുള്ളിലെ ദ്രാവകങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കൂടാതെ ബഹിരാകാശ യാത്രയ്ക്കിടെ ബഹിരാകാശ യാത്രികരിൽ കാണുന്നവയുമായി ശരീരപ്രക്രിയകൾ സാമ്യം പുലർത്താൻ തുടങ്ങുന്നു. എന്നിരുന്നാലും ഭൂമിയിലായിരിക്കുന്നതിൻ്റെ സൗകര്യം ഗവേഷകർക്ക് എല്ലാതരം പ്രായോഗിക മെഡിക്കൽ വിലയിരുത്തലുകൾ നടത്താനും ഭാരക്കുറവിൻ്റെ ഗതിയിൽ സിസ്റ്റങ്ങൾ എങ്ങനെ മാറുന്നുവെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അനുവദിക്കുന്നു. അത്തരത്തിലൊരു അനലോഗ് ഗവേഷകർക്ക് കൂടുതൽ ആളുകളിൽ നിന്ന് ശരീരമാറ്റങ്ങളെക്കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കാനും അവർ എന്താണ് നിരീക്ഷിക്കുന്നതെന്ന് കൂടുതൽ വേഗത്തിൽ ഉറച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാനും അനുവദിക്കുന്നു. ഇത് ബഹിരാകാശ ഗവേഷകർക്ക് മാത്രമല്ല, ഭൂമിയിലെ ചില മെഡിക്കൽ പരമായ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ ആണ് ഇവർ ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഗവേഷണത്തിൽ നിന്ന് പ്രയോജനം നേടുന്നത് ബഹിരാകാശ യാത്രക്കാർക്ക് മാത്രമല്ല, ചന്ദ്രനിലെയും ചൊവ്വയിലെയും എത്താൻ നമ്മെ സഹായിക്കുന്ന ഗവേഷണത്തെ ഭൂമിയിലെ ആരോഗ്യ സംവിധാനങ്ങളിലേക്കും വിവർത്തനം ചെയ്യാൻ കഴിയും. ഡ്രൈ ഇമർഷൻ ഉപയോഗിച്ചുള്ള ഡീകണ്ടീഷനിങ് മനസ്സിലാക്കുന്നത് മസ്കുലോസ്കെലറ്റൽ അവസ്ഥയുള്ളവർ, നിശ്ചലരായവർ, പ്രായമായവർ തുടങ്ങിയ രോഗികൾക്ക് പുതിയ ചികിത്സാ സമീപനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ഗവേഷകരെയും ഡോക്ടർമാരെയും ഇത് സഹായിക്കുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി ഡിസിപ്ലിൻ ലീഡ് ഫോർ ലൈഫ് സയൻസസിലെ ആഞ്ചലിക് പറയുന്നത്, ESAയിൽ ആ വശത്തും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു. നിർദ്ദിഷ്ട തരത്തിലുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ പോഷക സപ്ലിമെൻറ്റുകൾ പോലുള്ള പ്രതിരോധ നടപടികൾ പരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ, അവ നന്നായി പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുമെങ്കിൽ, ആരോഗ്യ ഗവേഷകർക്ക് നിർദ്ദിഷ്ട രോഗികൾക്കായി, ഭൂമിയിലെ രോഗികൾക്കായും അവ പരീക്ഷിക്കുന്നത് പരിഗണിക്കാം.